ഹലോ! ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലൈൻഡ് ബാഗാണ് കേട്ടോ. ചെറിയൊരു മിനി ബ്ലൈൻഡ് ബാഗ്. ഇപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സാൻഡ്രിയോ ക്രോമി തീമിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിനായിട്ട് ഞാനിപ്പോൾ ഡയറക്റ്റ് പ്രിൻ്റാണ് എടുക്കുന്നത്. പ്രിൻ്റ് അല്ലാതെ നമുക്കിത് വേണമെങ്കിൽ വരച്ചും ചെയ്യാൻ പറ്റും. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ. അപ്പം ഞാൻ ഇങ്ങനത്തെ 2 പ്രിൻ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും A5 സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു A4ൻ്റെ പകുതി ഷീറ്റാണ് ഒരു A5 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഷീറ്റിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര വലുതൊന്നുമല്ല. അങ്ങനെ 2 സ്റ്റിക്കേഴ്സ്, ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കത്തില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. ഉടുപ്പിട്ട് കൊടുക്കുക, ചെരുപ്പിട്ട് കൊടുക്കുക, മുടി വെച്ച് കൊടുക്കുക, അങ്ങനത്തെ ഉള്ളൊരു തീമുണ്ടല്ലോ, ആ രീതിയിലുള്ളതാണ് ഈ സ്റ്റിക്കേഴ്സ്. അപ്പം അത് ആദ്യം ഇങ്ങനെയെല്ലാം നല്ലപോലെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല. അത് കണക്ക് ഈ ഒരു തീമിൽ ബ്ലൈൻഡ് ബാഗ് ചെയ്യുമോ എന്ന് റോണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് റോണയ്ക്ക് കൂടിയുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു പിസ്താഷ്യോ ഗ്രീൻ കളേർഡ് ജേണൽ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഇനി അടുത്ത വീഡിയോക്ക് അതൊക്കെ ആയിരിക്കും. പിന്നെ ഓരോന്നിങ്ങനെ കാണുമ്പോൾ ചെയ്യാൻ തോന്നുന്നു, അങ്ങനെ ചെയ്തിടുന്നേ ഉണ്ട് ഇടയ്ക്കിൽ. അപ്പം അതൊക്കെ ഉണ്ട്, മറന്നിട്ടില്ല. ഇനി അതൊക്കെ ചെയ്തിടണം. പിന്നെ ഓർഗനൈസേഴ്സ് കുറേ പറഞ്ഞിട്ടുണ്ട് ആയിഷ. അപ്പം അതൊക്കെ ഇനി ചെയ്യാം. ഇനി എല്ലാം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതേ കണക്കൊരു A5 സൈസിലുള്ള പേപ്പർ എടുത്ത് ജസ്റ്റ് അതിങ്ങനെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഫോൾഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി ക്യൂരിയോസിറ്റി കൊണ്ടുപോകാൻ വേണ്ടി അകത്ത് വേറൊരു പാക്കറ്റില്ല, അതിൻ്റെ അകത്താണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടി എന്താണ് ഒരു പേപ്പറുടെ ജസ്റ്റ് ആ ഒരു അളവിൽ നമ്മൾ ആ ഒരു ആദ്യത്തെ ആ ഒരു കവറിൽ ഇരിക്കുന്ന രീതിയിൽ, അകത്തിരിക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത ശേഷം ഇങ്ങനെ എന്താണ് അതിൻ്റെ അകത്ത് സൈഡിലുള്ള ഇങ്ങനെ ടേപ്പ് ചുറ്റി, ഇത് ടേപ്പാണ്, ടേപ്പ് ഇങ്ങനെ സെല്ലോ ടേപ്പ്, ഇങ്ങനെ കട്ടി പറഞ്ഞ സെല്ലോ ടേപ്പ് ഇങ്ങനെ ചുറ്റുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ആ 2 സൈഡ് ഇങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്, വേറെ ഒന്നും പക്ഷേ അകത്തൊന്നും തേക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം 2 സൈഡ് ഇങ്ങനെ വൃത്തിയായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. അകത്തേക്ക് നമ്മൾ ആ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് അതിന് ക്ലോസ് ചെയ്യാൻ വേണ്ടി വീണ്ടും കണക്ക് സെല്ലോ ടേപ്പ് വെച്ച് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി അടുത്ത നമ്മളെല്ലാം നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ആദ്യത്തെ എൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ എന്താണ് നമ്മൾ എന്താണ് ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു ഇതെടുത്തില്ല, അങ്ങനെ റെഡി എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഡിസൈൻ, എനിക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാൻ വേണമെങ്കിൽ 2-3 വര കൊടുത്താലും മതി. നല്ല ഒരു ഡിസൈൻ, നല്ലൊരു പാറ്റേൺ നോക്കി കൊടുക്കുക. ഈ എളുപ്പമുള്ള കൊടുത്താലും മതി. 2-3 ഇങ്ങനെ ക്രോസ് വരയോ എന്തെങ്കിലും കൊടുത്താൽ മതി, ബോക്സ് വരച്ചാലോ അങ്ങനെ എന്തെങ്കിലും മതി. ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കുറച്ചുകൂടി കട്ട് ചെയ്യണം. ഇനി നമ്മൾ ആദ്യം വെച്ച് അതിൻ്റെ ആ ഒരു ഭാഗമെല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്ത ഭാഗങ്ങളെല്ലാം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് അത് വെച്ച് എന്താണ് ഞാൻ ഈ ഒരു ഗ്ലൂ വെച്ചാണ് ഒട്ടിക്കുന്നത്. അതാണ് ഈ പണി ഇടുന്നിടയ്ക്ക് ഇളകുന്നുണ്ടായിരുന്നു. നല്ലൊരു ഗ്ലൂ വെച്ച് ഒട്ടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പനി കയറ്റാൻ ശ്രമിച്ചായിരുന്നു, പക്ഷെ അത് ഇളകി പോകുന്നുണ്ട്, അത് നടന്നില്ല. ഞാൻ പിന്നെ എടുത്ത് കളഞ്ഞു. ആ ഒരു ആ സൈഡിലുള്ള ഇതുണ്ട്. അപ്പം ഞാൻ വെച്ച് ഇനിയിപ്പോൾ വേണ്ട, അങ്ങനെ അതൊക്കെ എടുത്ത് കളഞ്ഞു. ഇത് ജസ്റ്റ് ഇനി മെയിൻ ക്ലോസ് ചെയ്യണം, അതായത് സംഭവം എല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള അവസാനത്തെ ഘട്ടം. എനിക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ ടേപ്പ് ഒട്ടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ടേപ്പ് കാണുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ നിന്നില്ല. പിന്നെ ഇത് ചെയ്യാൻ തീരുമാനിച്ചല്ലോ, പിന്നെ വെച്ച് അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരിക്കലും വീണ്ടും ചെയ്യാമല്ലോ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയും കൂടിയേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇത് ഒരു ഓപ്പണിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ, അല്ലാതെ ചെയ്യുന്നുണ്ട്, പക്ഷേ ശബ്ദമൊന്നുമില്ല, അല്ലാതെ ചെയ്യുന്നുണ്ടേ, ജസ്റ്റ് കാണിച്ചു തരാം.
അങ്ങനെ നമ്മളുടെ ബ്ലൈൻഡ് ബാഗ് അങ്ങനെ തുറക്കാൻ പോവുകയാണ്. ജസ്റ്റ് ആ കട്ടിങ്സിന് ഇവിടെ ഇട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ സംഭവം എടുത്ത് അതും കട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ടാപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് പേപ്പറായിട്ട് ഈ ഒരു കട്ടിങ് കൂടെ ആ പേപ്പർ കട്ടാവല്ലോ എന്ന് വിചാരിച്ചാണ് ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഉണ്ടോ മുടി വെച്ച് കൊടുത്തു, നല്ലൊരു ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു. ആ ഷൂ കാണുന്നില്ല നോക്കിയപ്പോൾ, പിന്നെ അതിൻ്റെ ഇടയ്ക്കിലാണ് ഇരുന്നത്. അങ്ങനെ ഷൂ എടുത്തു, ഒരു ഷോക്സും. പിന്നെ എന്താണ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കളിക്കാൻ വേണ്ടി. പിന്നെ കുറേ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി. ജസ്റ്റ് എനിക്ക് തോന്നുന്നത് മുടി ആണെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.